ഹലോ, മൈസെൽഫ് ബെനിറ്റസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം, ലെജിസ്ലേച്ചറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നിയമനിർമ്മാണമാണ്. നിയമനിർമ്മാണ സഭ എന്നാണ് നമ്മൾ പറയാറ് മലയാളത്തിൽ. ഈ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ എന്താണ്, ആ പ്രോസസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽ, ഓർഡിനറി ബിൽ, മണി ബിൽ, ഇത്തരത്തിലുള്ള ബില്ലുകളുടെ പാസേജിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, ലോക്സഭയിലും രാജ്യസഭയിലും തമ്മിലുള്ള ഡിഫറൻസ്, അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള റോളുകൾ, ഇത് രണ്ടും പാസ് ചെയ്ത ശേഷം പ്രസിഡന്റിലേക്ക് എത്തുമ്പോഴുള്ള പ്രസിഡന്റിന്റെ റോൾ എന്താണ്, ഇതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ എന്തുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ഇതിലെങ്ങനെയാണ് ഇതേ മണി ബില്ലും ഓർഡിനറി ബില്ലും പാസ്സാക്കുന്നത്, ഇത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിലും പാസ് ചെയ്തതായിട്ട് സിമിലാരിറ്റി ഉണ്ടോ അതോ ഡിസിമിലാരിറ്റി ആണോ, അതുപോലെ തന്നെ ഗവർണറിന്റെ റോൾ എന്താണ് സ്റ്റേറ്റ് ലെവലിൽ ഒരു ബില്ല് പാസ് ചെയ്യുന്നതിൽ, ഇതെല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഏരിയയിൽ നിന്ന് UPSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത്, ജോയിന്റ് സിറ്റിംഗിന്റെ സമയത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റ് ബില്ല് പാസ് ചെയ്യാനുള്ള മെജോറിറ്റി ഏതാണ്? ദ ബിൽ വെൻ ഈസ് റെഫേർഡ് ടു ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ഇറ്റ് ഹാസ് ടു ബി പാസ്ഡ് ബൈ. 4 മെജോറിറ്റീസ് പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് വന്നിരിക്കുന്ന ഒരു ചോദ്യം മണി ബില്ലിനെ കുറിച്ചിട്ടാണ്. മണി ബിൽ, റിഗാർഡിംഗ് ദ മണി ബിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. എന്നിട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഏതാണ്? എഗെയിൻ മണി ബില്ലിനെ തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ടായി. ആർട്ടിക്കിൾ 109 ആണോ? മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലാണോ അതോ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, എന്താണ് അത്? രാജ്യസഭയുടെ റോൾ എന്താണ്? അതുപോലെ തന്നെ അമെന്റ്മെന്റ്സ് മണി ബില്ലിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. പിന്നെ പ്രൈവറ്റ് മെമ്പർ ബില്ലിനെ കുറിച്ചും ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് UPSC. നമുക്കറിയാം, UPSC എക്സാമിൽ പൊളിറ്റീനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറൌണ്ട് 25 to 30 ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഒരു 10-15 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ സിംഗിൾ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. അതിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ന് പറയും. ഇതല്ലാതെ അതിൻ്റെ അകത്ത് ഒരുപാട് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്പീക്കറിന്റെ റോൾ ഉണ്ടാവും, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്, ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ, വൈസ് ചെയർപേഴ്സൺ. ഇത് അല്ലാതെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആ പാർലമെന്റിന്റെ അകത്ത് വന്നിട്ട് അതിന്റെ ഒപ്പം തന്നെ ഏറ്റവും സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിന്റെ ടെക്നിക്കാലിറ്റി ആണ് കുറച്ച് ബുദ്ധിമുട്ടാവുക. ഒരെണ്ണം പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ, വേറൊരെണ്ണത്തിന് പ്രസിഡന്റ് അനുവാദം വേണ്ട. ഒരെണ്ണത്തിന് ലോക്സഭയ്ക്കാണ് അപ്പർ ഹാൻഡ് എങ്കിൽ മറ്റു സ്ഥലത്ത് ഈക്വൽ ആയിട്ടുള്ള ഷെയർ ആണ്. ഇത് രണ്ടും മാറിയിട്ട് സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിലും തമ്മിലുള്ള വ്യത്യാസം, ഇത്തരത്തില് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കാനുള്ള പോയിന്റ്സ് ഈ ഏരിയയിൽ നിന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓർഡിനറി ബില്ലിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിയമങ്ങൾ പാസ് ചെയ്യുന്ന പ്രൊസീജിയർ. ബേസിക്കലി നിയമനിർമ്മാണ സഭ നിയമങ്ങൾ ഉണ്ടാകുന്നു, ഇത് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. ഇനി എങ്ങനെയാണ് ഒരു ബില്ല് ഒരു ആക്ട് ആയിട്ട് മാറുന്നത്? ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബിൽ അണ്ടിൽ ഇറ്റ് ഈസ് ഗിവൺ അസെന്റ് ബൈ ദ പ്രസിഡന്റ് ഇറ്റ് ബിക്കം ആൻ ആക്ട്. ഇതാണ് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബില്ല് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഹൗസിൽ അത് എല്ലാ സ്റ്റേജസിലൂടെയും കടന്നുപോയി ഫൈനലി പ്രസിഡന്റ് അത് അസെന്റ് കൊടുക്കുമ്പോൾ അതൊരു ആക്ട് ആയിട്ട് മാറുന്നു. ബില്ലുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലും ഒരു പബ്ലിക് ബില്ലും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? പബ്ലിക് ബിൽ ഈസ് യൂഷ്വലി ഓർ ഇറ്റ് ഈസ് പ്രസന്റഡ് ബൈ എ മിനിസ്റ്റർ. അദ്ദേഹം ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തി പ്രസന്റ് ചെയ്യുന്ന ബില്ലുകളെയാണ് നമ്മൾ പബ്ലിക് ബില്ലുകൾ എന്ന് പറയുന്നത്. മിനിസ്റ്റേഴ്സ് അല്ലാത്ത ആര് പ്രസന്റ് ചെയ്താലും അതിനെ നമ്മൾ പ്രൈവറ്റ് മെമ്പർ ബിൽ എന്നാണ് പറയുന്നത്. സോ വെൻ എ ബിൽ ഇറ്റ് ഈസ് പ്രസന്റഡ് ബൈ എ മിനിസ്റ്റർ ഇറ്റ് ഈസ് എ പബ്ലിക് ബിൽ, ആൻഡ് വെൻ ദ ബിൽ ഈസ് നോട്ട് പ്രസന്റഡ് ബൈ എ മിനിസ്റ്റർ ഇറ്റ് ഈസ് എ പ്രൈവറ്റ് ബിൽ. പബ്ലിക് ബിൽ എന്തായിരിക്കും? അപ്പോ ഒരു ഗവൺമെന്റിന്റെ ഐഡിയ എന്താണ്, ഗവൺമെന്റ് എന്തിനാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതാണ് യൂഷ്വലി ഒരു പബ്ലിക് ബില്ലായിട്ട് പുറത്തു വരിക. അല്ലാതെ നിയമനിർമ്മാണ സഭയിൽ മെമ്പർ ആയിരിക്കുന്ന ആർക്കും, ഏതൊരു MPക്കും നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കാം, സ്വന്തമായിട്ട് ബില്ല് അവതരിപ്പിക്കാം. അത്തരത്തിലുള്ള ബില്ലുകളെല്ലാം പ്രൈവറ്റ് മെമ്പർ ബില്ലുകളാണ്. ഇനി ഇത് ആര് അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ പബ്ലിക് ബില്ലും പ്രൈവറ്റ് ബില്ലും ആക്കിയത്. ഇത് അല്ലാതെ ഇതിന്റെ കണ്ടൻസ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഒറിജിനൽ ബിൽ, അമെൻഡിങ് ബിൽ, എക്സ്പയറിംഗ് ലോസ്, റിപ്പീലിംഗ് ബിൽസ്, വാലിഡേറ്റിംഗ് ലോ, മണി ബിൽ, ഓർഡിനറി ബിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ, അങ്ങനെ ഏത് രീതിയിലുള്ള അമെന്റ്മെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഇൻട്രൊഡക്ഷൻ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഏത് സബ്ജക്ട് മാറ്ററാണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഈ രീതിയിലും നമുക്ക് ബില്ലുകളെ ഇത്തരത്തിൽ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 2 ബില്ലുകളുടെ ഇൻട്രൊഡക്ഷനും അതിന്റെ പ്രൊസീജിയറാണ്. ഒന്ന് ഓർഡിനറി ബില്ലും രണ്ടാമത് മണി ബില്ലും. സോ എങ്ങനെയാണ് ഓർഡിനറി ബില്ലിന്റെ പ്രൊസീജിയർ? ഓർഡിനറി ബില്ലിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇത് ഏത് ഹൗസിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. അതായത് ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാം.
ഇത് ആർക്കാണ് അവതരിപ്പിക്കാൻ പറ്റുക? ഇതൊരു പബ്ലിക് മെമ്പർ ബില്ലാണോ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലാണോ? ഇത് ആർക്കും പ്രസന്റ് ചെയ്യാം. ഇറ്റ് നീഡ് നോട്ട് ബി പ്രസന്റഡ് ബൈ എ മിനിസ്റ്റർ അലോൺ. അത് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏത് എംപിക്കും ഒരു ഓർഡിനറി ബില്ല് ലെജിസ്ലേഷനിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തില് ഒരു വ്യക്തി പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൗസിൽ ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് ഈ ബില്ല് കടന്നു വന്നത്. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയും. ബേസിക്കലി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ആ ബില്ല്. അതിന്റെ എന്താണ് ഉദ്ദേശിക്കുന്നത്, മിനിസ്റ്റർ ആണോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ള ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം ആ ഹൗസിന്റെ ലീവ് ചോദിക്കും, അനുവാദം ചോദിച്ച ശേഷം അത്തരത്തിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ സ്റ്റേജില് ആ ബില്ലിന്റെ മുകളിൽ ഡിസ്കഷൻസ് പൊതുവെ നടക്കാറില്ല. ഇനി ഫസ്റ്റ് റീഡിങ്ങിന് ശേഷം സെക്കൻഡ് റീഡിങ്ങിന്റെ സ്റ്റേജിലേക്ക് പോകും. ഇവിടെയാണ് ആ ബില്ലിനെ ഒരു ഡീറ്റെയിൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുക. ഒരു ഫൈനൽ ഷേപ്പിലേക്ക് ആ ബില്ല് എത്തുന്നത് ഈ സെക്കൻഡ് റീഡിങ്ങിന്റെ സ്റ്റേജ് ആണ്. ഇനി ഇവിടെ ഫസ്റ്റ് സ്റ്റേജിന് വ്യത്യസ്തമായിട്ട് സംഭവിക്കുന്നത് ഓരോ ബില്ലിന്റെയും ഓരോ സെക്ഷനുകളും ആ ഹൗസിൽ ഡിസ്കസ് ചെയ്യപ്പെടും ഒരു ജനറൽ ഡിസ്കഷനിലൂടെ. അതിൽ ഒപ്പോസിംഗ് പാർട്ടികൾക്ക് പറയാനുള്ള വ്യൂ എന്താ, പ്രസന്റ് ചെയ്യുന്ന ആളുടെ വ്യൂ എന്താ, ഇങ്ങനെ മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് ഇതിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യപ്പെടും. ഇനി ഇതിന് ശേഷം വേണമെങ്കിൽ ഒരു സെലക്ട് കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഒരു ജോയിന്റ് കമ്മിറ്റിയിലേക്കോ വിടാം. എന്താണ് ഒരു സെലക്ട് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ജോയിന്റ് കമ്മിറ്റി? സെലക്ട് കമ്മിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബില്ല് അവതരിപ്പിച്ച ഹൗസ് ഉണ്ടല്ലോ, ഉദാഹരണത്തിന് ലോകസഭയാണ്. ലോകസഭയിൽ അദ്ദേഹം ബില്ല് അവതരിപ്പിച്ചെങ്കിൽ ലോകസഭയിലെ മെമ്പേഴ്സ് കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കും. ഇതാണ് സെലക്ട് കമ്മിറ്റി. ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹമല്ല ചില സ്പെസിഫിക് സർക്കംസ്റ്റാൻസസിൽ ലോകസഭയിലെയും രാജ്യസഭയിലെ മെമ്പേഴ്സ് ഒന്നിച്ചു ചേർന്ന് ഒരു ജോയിന്റ് കമ്മിറ്റി ഉണ്ടാകും. എന്നിട്ട് ഈ സെലക്ട് കമ്മിറ്റി ഓർ ജോയിന്റ് കമ്മിറ്റി ഇവര് ഈ ബില്ലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ, ഓരോ പ്രൊവിഷൻ ബൈ പ്രൊവിഷൻ ഇവരിത് പഠിക്കും. ഇത് സെക്കൻഡ് റീഡിങ്ങിന്റെ സ്റ്റേജിൽ സംഭവിക്കുകയാണ്. ഇത്തരത്തില് ഒരു കമ്മിറ്റി സ്റ്റേജിലൂടെ ഈ ബില്ല് കടന്നു. ആ കമ്മിറ്റി സ്റ്റേജിൽ അവർ പഠിച്ച ശേഷം വേണ്ട അമെന്റ്മെന്റുകൾ ചിലപ്പോൾ നടത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ അവരൊരു റിപ്പോർട്ട് പാർലമെന്റിലേക്ക് ഓർ ദ ഹൗസിലേക്ക് സബ്മിറ്റ് ചെയ്യും. ഇനി ഇതിനുശേഷമാണ് കൺസിഡറിംഗ് സ്റ്റേജിലേക്ക് വരാം. കൺസിഡറിംഗ് സ്റ്റേജിൽ ഈ സെലക്ട് കമ്മിറ്റിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് അല്ലെങ്കിൽ എന്താണോ അവർ പറഞ്ഞിരിക്കുന്നത് അത് ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് ലോക്സഭയോ രാജ്യസഭയോ ഇതിനെ വിലയിരുത്തും. ഇതിനെയാണ് നമ്മൾ കൺസിഡറിംഗ് സ്റ്റേജിലേക്ക് വരാം. ഇനി തേർഡ് റീഡിംഗ് ആണ് അടുത്ത സ്റ്റേജ്. തേർഡ് റീഡിങ്ങിന്റെ സ്റ്റേജിൽ ഇറ്റ് ഈസ് ഓൺലി കൺസിഡേർഡ് വെദർ ടു ആക്സെപ്റ്റ് ദ ബിൽ ഓർ റിജക്ട് ദ ബിൽ. സെക്കൻഡ് റീഡിങ്ങിന്റെ സ്റ്റേജിലായിരുന്നു എന്ത്, ബില്ലിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക, അതിൽ വേണ്ട അമെന്റ്മെന്റുകൾ കൊണ്ടുവരിക, അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുക, അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക, ഇതെല്ലാം നടക്കാം. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴോ ഇറ്റ് ഈസ് ഓൺലി റിഗാർഡിംഗ് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ ബിൽ. അവിടെ അമെന്റ്മെന്റ്സ് പൊതുവെ അനുവദിക്കാറില്ല. ഇനി ജനറൽ പ്രിൻസിപ്പിൾ എന്തുകൊണ്ടാ, ഓൾറെഡി സ്ക്രൂട്ടനൈസ് ചെയ്തതാണ്, നമ്മൾ ഓൾറെഡി അതിനെ ഡിസ്കസ് ചെയ്ത് വിലയിരുത്തിയതാണ്. അപ്പൊ തേർഡ് റീഡിംഗിന്റെ സ്റ്റേജിൽ അത്തരത്തിലുള്ള ഒരു പ്രൊസീജിയർ ഇല്ല. ഇനി എങ്ങനെയാണ് ഒരു ബില്ല് പാസ്സാക്കുക? ഓർഡിനറി ബില്ലാണെങ്കിൽ ആ ഹൗസിന്റെ മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റിയിൽ ആ ബില്ല് പാസ്സാക്കപ്പെടും. നമ്പർ ഓഫ് പീപ്പിൾ പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, സിമ്പിൾ മെജോറിറ്റിയിൽ ആ ബില്ലിനെ പാസ്സാക്കും. ഇനി ലോകസഭയിൽ ഉദാഹരണത്തിന് നമ്മൾ എടുക്കുക, ലോകസഭയിലാണ് ബില്ല് കൊണ്ടുവന്നത്. ലോകസഭയിൽ ഈ സ്റ്റേജുകളിലൂടെ എല്ലാം കടന്നുപോയ ശേഷം ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ബില്ല് രാജ്യസഭയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. രാജ്യസഭയിലും ഈ ബില്ല് ലോകസഭയിൽ കടന്നുപോയിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഒന്നും കൂടി രാജ്യസഭയിൽ കടന്നു പോകേണ്ടി വരും. എന്നിട്ട് രാജ്യസഭയിലും കൂടി ഈ ബില്ല് പാസ്സായാൽ ശേഷം മാത്രമേ അത് പ്രസിഡന്റിലേക്ക് പോകൂ. ഇനി ലോകസഭയിൽ ഒരു ബില്ല് പാസ്സായി, രാജ്യസഭയിൽ അതെത്തി. രാജ്യസഭയ്ക്ക് എന്തെല്ലാം ഓപ്ഷൻസ് ആണ് ഉള്ളത്? ഒന്ന്, ആ ബില്ല് ലോകസഭ എങ്ങനെയാണോ പാസ്സാക്കിയത് അതുപോലെ തന്നെ വിത്തൗട്ട് അമെന്റ്മെന്റ്സ് അത് പാസ് ചെയ്യാം. ഓക്കെ. രണ്ടാമത്, ലോകസഭ പാസ്സാക്കിയ ബില്ല് അമെന്റ്മെന്റ്സോടുകൂടി, അതായത് രാജ്യസഭയ്ക്ക് തോന്നാണ് ഇത് പോരാ, കുറച്ച് മാറ്റങ്ങൾ ആ ബില്ലിൽ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് ആ ബില്ല് പാസ് ചെയ്യാം വിത്ത് അമെന്റ്മെന്റ്സ്. സോ ദ രാജ്യസഭ ക്യാൻ പാസ് ദ ബിൽ വിത്തൗട്ട് എനി അമെന്റ്മെന്റ്സ്. സെക്കൻഡ് വൺ, ദ രാജ്യസഭ ക്യാൻ പാസ് ദ ബിൽ വിത്ത് അമെന്റ്മെന്റ്സ്. ഓർ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്താ, രാജ്യസഭയ്ക്ക് ഒന്നും ചെയ്യാതിരിക്കാം. 6 മാസത്തോളം രാജ്യസഭ ആ ബില്ലിന്റെ മുകളിൽ ഒരു ആക്ഷനും എടുക്കാതിരിക്കുന്നു. ഇത്തരത്തിലൊരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നാമത്, ലോകസഭ പാസ്സാക്കിയ ബില്ല് രാജ്യസഭ അതുപോലെ തന്നെ പാസ്സാക്കി, ദെൻ നോ ഇഷ്യൂസ്, അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പ്രസിഡന്റിലേക്ക് പോകും. ഇനി ലോകസഭ പാസ്സാക്കിയ ബില്ല് രാജ്യസഭ അമെന്റ്മെന്റോടുകൂടി പാസ്സാക്കി, ആ അമെന്റ്മെന്റുകൾ ലോകസഭയ്ക്ക് ഓക്കെ ആണ്,
എങ്കിൽ നോ പ്രോബ്ലം, അത് നേരെ പ്രസിഡന്റിലേക്ക് പോകും. ഇനി അല്ല, ലോകസഭ പാസ്സാക്കിയ ബില്ലിൽ രാജ്യസഭ വരുത്തിയ അമെന്റ്മെന്റ്സ് ലോകസഭയ്ക്ക് ഓക്കെ അല്ലെങ്കിൽ then arises a situation of deadlock. അവിടെ ഒരു സിറ്റുവേഷൻ ഓഫ് ഡെഡ് ലോക്ക് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ലോകസഭ പാസ്സാക്കിയ ബില്ല് രാജ്യസഭ 6 മാസത്തോളം ഒരു ആക്ഷൻ എടുക്കാതിരുന്നു, അപ്പോഴും അവിടെ ഒരു സിറ്റുവേഷൻ ഓഫ് ഡെഡ് ലോക്ക് ഉണ്ടാവും. ഇനി ഈ രണ്ട് സിറ്റുവേഷനിലും ഒരു ഡെഡ് ലോക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓർഡിനറി ബില്ലിന്റെ കേസിൽ ഒരു ജോയിന്റ് സിറ്റിംഗ് ആണ്. എന്താണ് ജോയിന്റ് സിറ്റിംഗ്? ലോകസഭയും രാജ്യസഭയും തമ്മിലല്ല പ്രശ്നം, ഒരുമിച്ചിരിക്കട്ടെ. ലോകസഭയുടെയും രാജ്യസഭയുടെയും മെമ്പേഴ്സ് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ആ പ്രോബ്ലം തീർക്കുന്നു, അല്ലെങ്കിൽ അതിന് വോട്ട് എടുക്കുന്നു. നമുക്ക് സിംപ്ലി പ്രോബ്ലം തീർക്കാന്ന് എടുക്കാം. ലോകസഭയും രാജ്യസഭയിലെയും മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ആ ബില്ലിന്റെ മുകളിൽ ഒന്നും കൂടി വോട്ടിംഗ് നടത്തും. അതിനെയാണ് നമ്മൾ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. ജോയിന്റ് സിറ്റിംഗ് എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്നുള്ളത് നമ്മൾ ഒരു ലേറ്റർ പാർട്ടിലേക്ക് നോക്കും. ഇനി സപ്പോസ് ലോകസഭയും രാജ്യസഭയും ബില്ല് പാസ്സാക്കി, നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ്? അത് പ്രസിഡന്റിലേക്ക് പോവുക. പ്രസിഡന്റിന് എന്തൊക്കെ ചെയ്യാം? ഫസ്റ്റ് വൺ, ഹി ഗീവ് ഹിസ് അസെറ്റ്. അദ്ദേഹം ഒപ്പിട്ടു, പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്തായി? ബില്ല് ഓട്ടോമാറ്റിക്കലി ഒരു ആക്ട് ആയിട്ട് മാറി, ആ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിന്റെ ഒരു എൻഡായി. ഇനി രണ്ടാമത് എന്താ? അദ്ദേഹം സൈൻ ചെയ്യുന്നില്ല, അദ്ദേഹം സൈൻ ചെയ്യാതെ ആ ബില്ല് അവിടെ വെക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? അദ്ദേഹത്തിന് ആ ബില്ല് റിട്ടേൺ ചെയ്യാം. ഹി ക്യാൻ റിട്ടേൺ ദ ബിൽ ഫോർ റീകൺസിഡറേഷൻ ടു ദ ഹൗസ്. അതായത് ലോകസഭയും രാജ്യസഭയും പാസ്സാക്കിയ ഒരു ബില്ല് പ്രസിഡന്റിന്റെ അടുത്തേക്ക് അസെന്റ് ചെയ്യാൻ വന്നു. പ്രസിഡന്റിന് തോന്നാണ് ഇതിൽ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ ഈ ബില്ലിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ബില്ല് റിട്ടേൺ ചെയ്യാനായിട്ട് കഴിയും. ഇഫ് ദ പ്രസിഡന്റ് റിട്ടേൺസ് ദ ബിൽ ആൻഡ് ഇഫ് ദ ലോക്സഭ ആൻഡ് ദ രാജ്യസഭ passes the bill with or without amendments, then the president must give his assent. അതായത് പ്രസിഡന്റ് ഒരു പ്രാവശ്യം തിരിച്ചയച്ചു ആ ബില്ല് ലോക്സഭയും രാജ്യസഭയും ഒന്നും കൂടി പാസ്സാക്കി, മേ ബി വിത്ത് അമെന്റ്മെന്റ്സ് ഓർ വിത്തൗട്ട് അമെന്റ്മെന്റ്സ്, ദാറ്റ് ഡസന്റ് മാറ്റർ. രണ്ടാമത് അത് പ്രസിഡന്റിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ദ പ്രസിഡന്റ് ഹാസ് ടു ഗീവ് ഹിസ് അസെന്റ്. അതായത് രണ്ടാമത് പാസ്സാക്കി വരുമ്പോൾ പ്രസിഡന്റിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇനി നിങ്ങൾക്ക് തോന്നണം പ്രസിഡന്റിനെ ഓവർകം ചെയ്യാൻ കുറച്ചും കൂടി മെജോറിറ്റി വേണോ? വേണ്ട. സിമ്പിൾ മെജോറിറ്റിയിലാണ് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി പ്രസിഡന്റ് അടുത്ത് എത്തിയത്. അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റിയിൽ തന്നെ പാസ്സാക്കിയാൽ മതി. ദർ ഇസ് നോ നീഡ് ഫോർ സ്പെഷ്യൽ മെജോറിറ്റി. അതായത് അദ്ദേഹത്തിന് ഒരു സസ്പെൻസീവ് വീറ്റോ മാത്രമേ ഉള്ളൂ. എന്താണ് വീറ്റോസ്, എന്താണ് ടൈപ്പ് ഓഫ് വീറ്റോസ് എന്ന് നമ്മൾ പ്രസിഡന്റിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിക്കും. അദ്ദേഹത്തിന് ഇവിടെ ഒരു സസ്പെൻസീവ് വീറ്റോ മാത്രമേ ഉള്ളൂ. Thus, the president enjoys only a suspensive veto. ഇതാണ് പ്രസിഡന്റിന്റെ മൂന്ന് ഓപ്ഷൻ. ഹി ക്യാൻ ഗീവ് ഹിസ് അസെന്റ്, ഹി ക്യാൻ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ്, ഓർ ഹി ക്യാൻ റിട്ടേൺ ദ ബിൽ. അപ്പൊ ഓർഡിനറി ബില്ലിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? ആർക്ക് വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. ബില്ല് പ്രസന്റ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് മെമ്പറിനോ പബ്ലിക് മെമ്പറിനോ സാധിക്കും. പ്രസിഡന്റ് അനുവാദം വേണ്ട, അത് ഏത് ഹൗസിലാണെങ്കിലും ലോകസഭയിലോ രാജ്യസഭയിലോ ഒരു ഓർഡിനറി ബില്ല് പ്രസന്റ് ചെയ്യാം. ഇനി പ്രസന്റ് ചെയ്ത ശേഷമോ ഈച്ച് ഹൗസ് സെപ്പറേറ്റ്ലി അത് പാസ് ചെയ്തിരിക്കണം. പാസ് ചെയ്ത ശേഷം അത് പ്രസിഡന്റിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു ആക്ട് ആയി. ഇനി ലോകസഭ പാസ്സാക്കിയത് രാജ്യസഭ പാസ്സാകാതിരിക്കുകയോ ആ അമെന്റ്മെന്റ്സ് വരുത്തിയിൽ രണ്ട് ഹൗസും തമ്മിൽ എഗ്രി ചെയ്യാതിരിക്കുകയോ കുറെ നാള് 6 months അവർ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു സിറ്റുവേഷൻ ഓഫ് ഡെഡ് ലോക്ക് ഉണ്ടാവും. ആ ഡെഡ് ലോക്കിൽ നിന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ജോയിന്റ് സിറ്റിംഗ് ഉണ്ടാവുന്നത്. ഇനി പ്രസിഡന്റിന് എന്ത് ഓപ്ഷൻസ് ആണുള്ളത്? 3 ഓപ്ഷൻ. ഹി ക്യാൻ ഐദർ ഗിവ് ഹിസ് അസെന്റ്, ഹി ക്യാൻ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ്, ഓർ ഹി ക്യാൻ റിട്ടേൺ ദ ബിൽ. റിട്ടേൺ ആണെങ്കിൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി ഏത് മെജോറിറ്റിയിലാണ് ഓർഡിനറി ബിൽ പാസ്സാക്കിയത്? സിമ്പിൾ മെജോറിറ്റി. അതേ സിമ്പിൾ മെജോറിറ്റിയിൽ തന്നെ ഒന്നും കൂടി രണ്ട് ഹൗസുകളും കൂടി ആ ബില്ല് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രസിഡന്റ് ഹാസ് ടു ഗിവ് ഹിസ് അസെന്റ്. ഇനി എന്താണ് ജോയിന്റ് സിറ്റിംഗ്? ജോയിന്റ് സിറ്റിംഗ് ഇസ് നത്തിങ് ബട്ട് ഞാൻ പറഞ്ഞ പോലെ ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഒരുമിച്ചിരിക്കുക? ഞാൻ കണ്ടീഷൻസ് പറഞ്ഞു അല്ലേ. ഒരു ഹൗസ് പാസ്സാക്കിയ ബില്ല് മറ്റേ ഹൗസ് പാസ്സാക്കാതിരിക്കുകയോ അമെന്റ്മെന്റ്സിൽ ഡിസഗ്രിമെന്റ് ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്? പ്രസിഡന്റ് ആണ് ഒരു ജോയിന്റ് സിറ്റിംഗിനെ വിളിച്ചു ചേർക്കുന്നത്. ഏതെല്ലാമാണ് കണ്ടീഷൻ? ഇഫ് ദ ബിൽ ഈസ് റിജക്റ്റഡ് ബൈ ദ ഹൗസ്, ഇഫ് ദ ഹൗസ് ഹാസ് ഫൈനൽ ഡിസഗ്രീഡ് ടു ദ അമെന്റ്മെന്റ്സ് മെയ്ഡ് ഓൺ ദ ബിൽ, if more than 6 months have elapsed from the date on the receipt of the bill by the other house without the bill being passed by it. 6 മാസത്തിൽ കൂടുതൽ രണ്ടാമത്തെ ഹൗസ് ഒരു ആക്ഷൻ എടുക്കാതിരിക്കുക. ഇനി പ്രസിഡന്റിന് സമൻ ചെയ്യാനായിട്ട് കഴിയും. രണ്ട് ഹൗസുകളെയും കൂടി മീറ്റിംഗിന് വിളിക്കാം. രണ്ട് ഹൗസുകളെയും കൂടി സമൻ ചെയ്ത് ഒരു ജോയിന്റ് സിറ്റിംഗിന് വിളിക്കാം.
ഇനി ജോയിന്റ് സിറ്റിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബില്ലിന്റെ മുകളിൽ ആക്ഷൻ എടുക്കരുത്. അതായത് പ്രസിഡന്റ് നോട്ടിഫൈ ചെയ്തു ഒരു ജോയിന്റ് സിറ്റിംഗ് ഉണ്ടെന്ന്, പ്രസിഡന്റ് നോട്ടിഫൈ ചെയ്തു ഇത്തരത്തിലൊരു ജോയിന്റ് സിറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബില്ലിന്റെ മുകളിൽ ആക്ഷൻസ് ഒന്നും എടുക്കാനായിട്ട് പാടില്ല. എന്താണ് ജോയിന്റ് സിറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? ജോയിന്റ് സിറ്റിംഗിൽ ലോകസഭയുടെ റൂൾസ് ആണ് ഫോളോ ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഓഫ് ദ ലോകസഭ ദാറ്റ് ഈസ് ബീങ് ഫോളോഡ് ഇൻ ദ കേസ് ഓഫ് ജോയിന്റ് സിറ്റിംഗ്. ഇനി ആരാണ് ജോയിന്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്? ലോകസഭയുടെ സ്പീക്കർ, അദ്ദേഹം ആബ്സെന്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോകസഭ, അദ്ദേഹം ആബ്സെന്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ, ഇനി അദ്ദേഹവും ആബ്സെന്റ് ആണെങ്കിൽ എ മെമ്പർ സെലക്ടഡ് ഫ്രം ദ മെമ്പേഴ്സ് പ്രസന്റ് ഫോർ ദ ജോയിന്റ് സിറ്റിംഗ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ, ദ ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ ഓർ ദ വൈസ് പ്രസിഡന്റ്. എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ ആണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഹി ഓർ ഷീ cannot present over the joint sitting in any circumstances. രാജ്യസഭയുടെ ചെയർപേഴ്സൺ ആരാണ്? വൈസ് പ്രസിഡന്റ്. അദ്ദേഹം ഒരു കാരണവശാലും ജോയിന്റ് സിറ്റിങ്ങിനെ പ്രിസൈഡ് ചെയ്യില്ല. ആരാണ് അപ്പൊ പ്രിസൈഡ് ചെയ്യുക? സ്പീക്കർ ഓഫ് ദ ലോക്സഭ, ഇൻ ഹിസ് ആബ്സെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ, ഇൻ ഹിസ് ആബ്സെൻസ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ. ഇങ്ങനെ ഒരു ഓർഡറിലാണ് പോവുക. ലോകസഭയുടെ റൂൾസ് ആയിരിക്കും ജോയിന്റ് സിറ്റിങ്ങിലെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. ഇനി ലോകസഭയും രാജ്യസഭയും ഒരുമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടെ വരുന്ന ഒരു ജോയിന്റ് സിറ്റിംഗിൽ വരുന്ന ബില്ല് ഏത് മെജോറിറ്റിയിലാണ് പാസ്സാക്കേണ്ടത്? ഓർഡിനറി സിമ്പിൾ മെജോറിറ്റിയിൽ തന്നെ പാസ്സാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ലോകസഭയ്ക്ക് നമ്പർ ഓഫ് പീപ്പിൾ കൂടുതലായതുകൊണ്ട് ഒരു പക്ഷെ ലോകസഭയുടെ ബില്ല് അല്ലെങ്കിൽ ലോകസഭയുടെ പീപ്പിൾസ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഒരു പക്ഷെ ജോയിന്റ് സിറ്റിംഗിൽ കടന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ സിമ്പിൾ മെജോറിറ്റിയിൽ തന്നെ പാസ്സാക്കിയാൽ മതി. ലോകസഭയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയർ ആണ് അവിടെ ഫോളോ ചെയ്യപ്പെടുന്നത്. സ്പീക്കർ ഓഫ് ദ ലോക്സഭ ആയിരിക്കും അതിനെ പ്രിസൈഡ് ചെയ്യുന്നത്, ഇൻ ഹിസ് ആബ്സെൻസ് ആ ഓർഡർ. ഇത്തരത്തിലായിരിക്കും ഒരു ജോയിന്റ് സിറ്റിംഗ് നടന്നു പോകുന്നത്. നമ്മളിപ്പോ ഓർഡിനറി ബില്ലിനെ കുറിച്ച് കണ്ടു. ഇനി അടുത്ത ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് മണി ബിൽ. എന്താണ് മണി ബിൽ? അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഓർഡിനറി ബില്ലായിട്ട് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 110 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്താണ് മണി ബിൽ, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ മണി ബിൽ എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻസ് ഒന്ന് കൃത്യമായിട്ട് നോക്കി വെക്കാം. ആർട്ടിക്കിൾ 110 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് മണി ബിൽ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ബിൽ ഈസ് ഡീംഡ് ടു ബി എ മണി ബിൽ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി പ്രൊവിഷൻസ് ഡീലിംഗ് വിത്ത് all or any of the following matters. എന്തുകൊണ്ടാണ് ഈ പറയുന്നത് നോക്കി വെക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൽ നിന്ന് തന്നെ UPSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ ഞാൻ നേരത്തെ പറഞ്ഞു വാട്ട് ഈസ് എ മണി ബിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കൺസിഡേർഡ് എ മണി ബിൽ എന്ന് പറഞ്ഞു UPSC പ്രീവിയസ് ഇയറിൽ ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, the imposition, abolition, remission, alteration or regulation of any tax. Second one, the regulation of borrowings of money by the union government. Third one, the custody of consolidated fund of India or contingency fund of India, the payments of money into or withdrawal of money out of any such fund. Fourth one, the appropriation of money out of the consolidated fund of India, the declaration of expenditure charged on the consolidated fund of India or increasing the amount of any such expenditure. Sixth one, the receipt of money on account of consolidated fund of India or public accounts of India or the custody or issue of such money or the audit of accounts of the union or of any state. Seventh one, any matter incidental to any of the matters specified above. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് മെയിൻലി മണി ബില്ലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. ഏതെങ്കിലും കാരണവശാൽ ഗവൺമെന്റിന്റെ ബോറോയിങ്സ്, യൂണിയൻ ഗവൺമെന്റിന്റെ ബോറോയിങ്സ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇമ്പോസിഷൻ, അബോളിഷൻ, റിമിഷൻ, ഓൾട്ടറേഷൻ ഓർ റെഗുലേഷൻ ഓഫ് എനി ഓഫ് ദ ടാക്സുകളുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പൈസ എടുക്കുക, അപ്രോപ്രിയേഷൻ ഓഫ് മണി ഔട്ട് ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കസ്റ്റഡി ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഓർ കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. ഇനി ഡിക്ലറേഷൻ ഓഫ് എനി എക്സ്പെൻഡിച്ചർ ചാർജ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇതെല്ലാമാണ് മെയിൻലി മണി ബില്ലിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് വരുന്നത്. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ മണി ബിൽ എന്ന് പറഞ്ഞാൽ ഈ സ്പെസിഫൈഡ് സാധനങ്ങളെയാണ് നമ്മൾ മണി ബിൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു മണി ബിൽ അല്ലാത്തത്? ചിലപ്പോൾ ഒരു ആക്ടിന്റെ അകത്ത് ഒരു ഫൈനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പെനാൽറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അത് മണിയാണല്ലോ, ഫൈനും പെനാൽറ്റി. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ഇറ്റ് ഈസ് എ മണി ബിൽ. ഒരു ലെജിസ്ലേഷന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ബില്ലിന്റെ അകത്ത് ഒരു ഫൈനിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ പെക്യുലറി പെനാൽറ്റി എന്ന് പറഞ്ഞാൽ അത് മണി ബിൽ ആവില്ല. അതുപോലെ തന്നെ
ഏതെങ്കിലും ഒരു സർവീസസിന്, ഇപ്പൊ നമ്മളൊരു ബില്ലിന്റെ അകത്ത് ഏതെങ്കിലും ഒരു സർവീസ് എടുക്കുകയാണ്, ആ സർവീസിന് എന്തെങ്കിലും ഒരു ഫീ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലൈസൻസ് ഫീയോ സർവീസോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളും ഉണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അതൊരു മണി ബില്ലായിട്ട് കൺസിഡർ ചെയ്യില്ല. ഇനി ആരാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക? ലോകസഭയുടെ സ്പീക്കറാണ് ഡിസൈഡ്സ് വെദർ എ ബിൽ ഇസ് എ മണി ബിൽ ഓർ നോട്ട്. അദ്ദേഹത്തിന്റെ ഡിസിഷൻ ഫൈനൽ ആണ്. എ സ്പീക്കർ ഡിസൈഡ്സ് വെദർ എ ബിൽ ഇസ് എ മണി ബിൽ ഓർ നോട്ട്. ഇനി ആ ലോകസഭയിൽ പാസ്സാക്കിയ ശേഷം രാജ്യസഭയിലേക്ക് പോകുമ്പോൾ ലോകസഭയുടെ സ്പീക്കർ അത് കൃത്യമായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടാവും, ദിസ് ബിൽ ഇസ് എ മണി ബിൽ. ഇനി എന്താണ് മണി ബില്ലിന്റെ പാസേജിന്റെ പ്രൊസീജിയർ? എങ്ങനെയാണ് അത് ഓർഡിനറി ബില്ലിൽ നിന്ന് ഡിഫറെന്റ് ആണ്? കോൺസ്റ്റിറ്റ്യൂഷൻ മണി ബില്ലിന് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത്, മണി ബിൽ ക്യാൻ only be introduced in the Lok Sabha. Money bill can be only be introduced in the Lok Sabha. Second one, it can be introduced only by a minister. അതായത് അതൊരു പബ്ലിക് ബില്ലായി, പ്രൈവറ്റ് ബില്ലല്ല, പബ്ലിക് ബില്ലായി. Third one, a money bill has to be introduced in the Lok Sabha only with the prior permission of the president. അപ്പൊ 3 പോയിന്റ്സ് ആണ്. ഒന്ന്, അതൊരു മിനിസ്റ്റർക്ക് മാത്രമേ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 2, അത് ലോകസഭയിൽ മാത്രമേ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. തേർഡ് വൺ, അത് ലോകസഭയിൽ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ അനുവാദം എടുത്തിരിക്കണം. ഇത് തന്നെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഓർഡിനറി ബില്ലിൽ നിന്ന് അല്ലെങ്കിൽ ഓർഡിനറി ബില്ലിന്റെ ലെജിസ്ലേഷനിൽ നിന്ന് വന്ന ഡിഫറൻസ് ആണ്. ഇനി മണി ബില്ല് ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം അത് പാസ് ചെയ്തു, രാജ്യസഭയിലേക്ക് പോയി. രാജ്യസഭയ്ക്ക് അവിടെ ഉള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവറാണ്. The Rajya Sabha has only restricted power. It cannot reject or amend the money bill. നമ്മൾ ഓർഡിനറി ബില്ല് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? They can either reject or amend the bill. അവർക്ക് വേണമെങ്കിൽ അത് റിജക്ട് ചെയ്യാം, ഒന്ന് ആക്ഷൻ എടുക്കാതിരിക്കാം, അല്ലെങ്കിൽ അമെൻമെന്റ്സ് കൊടുക്കാം, അത് നമ്മൾ പറഞ്ഞു. മണി ബില്ലിന്റെ കേസിലേക്ക് വരുമ്പോൾ the Rajya Sabha cannot amend the bill or cannot reject the bill. They can only give recommendations. അവർക്ക് മണി ബില്ലിന്റെ ബേസിസിൽ കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുക്കാം. ഞങ്ങൾക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് ഇതായിരിക്കും. ഓർഡിനറി ബില്ലിനാണെങ്കിലോ അവർക്ക് അത് അമെൻമെന്റ്സ് നടത്തി മാറ്റാനായിട്ട് പറ്റും. പക്ഷേ മണി ബില്ലിന്റെ കേസിൽ ഇത് പറ്റില്ല. ഇനി അതോടൊപ്പം തന്നെ ലോകസഭ മണി ബില്ല് പാസ്സാക്കി രാജ്യസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ they have only a limited period of 14 days. രാജ്യസഭയിലെത്തി 14 ദിവസത്തിനുള്ളിൽ അവരത് തിരിച്ചയച്ചിരിക്കണം. ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി പാസ്ഡ് ബൈ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. അപ്പൊ ലോകസഭ പാസ്സാക്കി രാജ്യസഭയിലെത്തി മണി ബിൽ, 14 ദിവസത്തേക്ക് അവർ ആക്ഷൻ ഒന്നും എടുത്തില്ല. ഇറ്റ് ഈസ് ഡീംഡ് ടു ബി പാസ്ഡ് ബൈ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. ലോകസഭ പാസ്സാക്കി രാജ്യസഭയിലേക്ക് എത്തി, രാജ്യസഭ കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുത്തു. ലോകസഭ അത് ആക്സെപ്റ്റ് ചെയ്താൽ ഓക്കെ, അമെൻമെന്റ്സ് നടത്തിയാൽ ഓക്കെ. പക്ഷേ ലോകസഭ ആ പറയുന്ന റെക്കമെൻഡേഷൻസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നോ പ്രോബ്ലം, ഇറ്റ് ഈസ് ഡീംഡ് ടു ബി പാസ്ഡ് ബൈ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. അതുകൊണ്ട് തന്നെ എന്താണ്, മണി ബില്ലിന്റെ കേസിൽ ലോകസഭയ്ക്കാണ് അൾട്ടിമേറ്റ് പവർ. The recommendation is the only power of the Rajya Sabha when it comes to the case of money bill. ഇനി മണി ബിൽ ഫൈനലി പ്രസിഡന്റിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, പ്രസിഡന്റിന് he can either give his assent or withhold his assent. അദ്ദേഹത്തിന് മണി ബിൽ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റില്ല. The president has only 2 options. He can either give his assent or withhold his assent. He cannot return the money bill. Usually അദ്ദേഹം റിട്ടേൺ ചെയ്യാറില്ല, അദ്ദേഹം റിട്ടേൺ ചെയ്യാൻ എന്തായാലും പറ്റില്ല, വിത്ത്ഹോൾഡ് ചെയ്യാറില്ല. കാരണം അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് ഒരു മണി ബിൽ ലോക്സഭയിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം അതിന് അസെന്റ് കൊടുക്കാറുണ്ട്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണലി സ്പീക്കിംഗ് അദ്ദേഹത്തിന് 2 ഓപ്ഷൻ ഉള്ളൂ. ഹി ക്യാൻ ഐദർ സൈൻ ദ ബിൽ ഓർ ഹി ക്യാൻ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ്. ഹി കാനോട്ട് റിട്ടേൺ ദ ബിൽ. അപ്പോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, മിക്കവാറും UPSC ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത്, ഓർഡിനറി ബില്ലിന്റെ ചോദ്യം ചോദിച്ചിട്ട് മണി ബില്ലിന്റെ കണ്ടീഷൻസ് എടുത്തിടും, അല്ലെങ്കിൽ മണി ബില്ലിനെ കുറിച്ച് ചോദിച്ചിട്ട് ഓർഡിനറി ബില്ലിന്റെ സ്പെസിഫിക്കേഷൻസ് എടുത്തിടും. ഇത് രണ്ടും തമ്മിലുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡിഫറൻസസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്കതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ഓർഡിനറി ബിൽ. ഓർഡിനറി ബിൽ എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? 2 ഹൗസിലും, ലോക്സഭയിലോ രാജ്യസഭയിലോ. മണി ബിൽ ആണെങ്കിലോ ഇറ്റ് ക്യാൻ ബി only introduced in the ലോക്സഭ ആൻഡ് നോട്ട് ഇൻ ദ രാജ്യസഭ. അപ്പൊ ഇൻട്രൊഡക്ഷന്റെ ക്ലിയർ ആയി. ഇനി ആർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഓർഡിനറി ബിൽ ആണെങ്കിൽ പ്രൈവറ്റ് മെമ്പറിനോ പബ്ലിക് മെമ്പറിനോ, ഇറ്റ് ക്യാൻ ബി ഐദർ ബൈ എ മിനിസ്റ്റർ ഓർ ബൈ എ പ്രൈവറ്റ് പേഴ്സൺ.
ഇവിടെ മണി ബില്ലിന്റെ കേസിലാണെങ്കിലോ ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ എ മിനിസ്റ്റർ. ഇനി പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ ഓർഡിനറി ബില്ലിൽ വേണോ? വേണ്ട. പക്ഷെ മണി ബില്ലിന്റെ കേസിലാണെങ്കിലോ ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ്. ഇനി ലോകസഭ പാസ്സാക്കി രാജ്യസഭയിലേക്ക് വരുമ്പോഴോ ദ രാജ്യസഭ ക്യാൻ ഐദർ അമെൻഡ് ഓർ റിജക്ട് ഓർഡിനറി ബിൽ. പക്ഷെ ഇവിടെ വരുമ്പോഴോ മണി ബില്ലിന്റെ കേസിൽ ദേ ഹാവ് ഓൺലി പവർ ഓഫ് റെക്കമെൻഡേഷൻ. അവർക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുക്കാം. ഇനി ലോകസഭ ഒരു ഓർഡിനറി ബില്ല് പാസ്സാക്കി രാജ്യസഭയിലേക്ക് വന്നു. എത്ര നാളാണ് അതിന്റെ കാലാവധി? 6 മാസത്തേക്കല്ലേ. ദേ ക്യാൻ ഹോൾഡ് ഇറ്റ് ഫോർ എ പീരീഡ് ഓഫ് 6 months വിത്തൗട്ട് ടേക്കിംഗ് എനി ആക്ഷൻ. മണി ബില്ലിന്റെ കേസിലാണെങ്കിലോ they only have a limited period of 14 days. ലോകസഭ പാസ്സാക്കി രാജ്യസഭയിലേക്ക് എത്തി. രാജ്യസഭയ്ക്ക് they can hold the bill only for a mere period of 14 days. ഇനി ഓർഡിനറി ബില്ല് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്പീക്കർ എന്തെങ്കിലും കൃത്യമായിട്ട് പറയണോ ഇതൊരു ഓർഡിനറി ബില്ലാണ്? വേണ്ട. പക്ഷെ മണി ബില്ലിന്റെ കേസിലാണെങ്കിലോ സ്പീക്കറിന്റെ ഒരു സർട്ടിഫിക്കേഷൻ വേണം. ദിസ് ഇസ് എ മണി ബിൽ. ഏത് സ്പീക്കറിന്റെ? ലോകസഭയുടെ സ്പീക്കറിന്റെ ഒരു സർട്ടിഫിക്കേഷൻ വേണം. ദിസ് ഇസ് എ മണി ബിൽ. ഇനി ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റിന് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഓർഡിനറി ബിൽ he can either give his assent, he can withhold his assent or he can return the bill. ഓർഡിനറി ബില്ലിന്റെ കേസിൽ. മണി ബില്ലിന്റെ കേസിലാണെങ്കിലോ he can either sign or withhold his assent. പക്ഷെ അദ്ദേഹത്തിന് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ? he cannot. ഓർഡിനറി ബില്ല് അദ്ദേഹത്തിന് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ജോയിന്റ് സിറ്റിംഗിന്റെ ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു ഓർഡിനറി ബില്ലിൽ ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? ജോയിന്റ് സിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആ ജോയിന്റ് സിറ്റിംഗിന്റെ കാര്യങ്ങൾ നോക്കി. പക്ഷേ ഒരു മണി ബില്ലിൽ ലോകസഭയ്ക്കാണ് അൾട്ടിമേറ്റ് പവർ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ജോയിന്റ് സിറ്റിന്റെ കണ്ടീഷനേ ഇല്ല. കാരണം എന്താ? അവിടെ ഒരു ഡിഫറൻസസ് ഉണ്ടെങ്കിൽ പോലും ലോകസഭയുടെ ഒപ്പീനിയൻ എന്താണോ അതാണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുക. ലോകസഭ എന്താണോ ഡിസിഷൻ എടുക്കുന്നത് അതാണ്. അതിന് ഓവർ റൈഡിങ് പവറാണ് രാജ്യസഭയുടെ ഡിസിഷന്റെ മുകളിൽ മണി ബില്ലിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജോയിന്റ് സിറ്റിംഗിന്റെ സാധ്യതയേ ഇല്ല. സോ ദർ ഇസ് നോ പീരീഡ് ഓർ ദർ ഇസ് നോ കേസ് ഓഫ് ജോയിന്റ് സിറ്റിംഗ് ഇൻ ദ കേസ് ഓഫ് മണി ബിൽ. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ലോക്സഭ ഓർ ലോക്സഭ ഹാസ് ദ പവർ ഓഫ് സൂപ്പർസീഡിംഗ് ദ ഡിസിഷൻസ് ഓഫ് ദ രാജ്യസഭ. When there is a deadlock between the decision of the Lok Sabha and Rajya Sabha, in the case of an ordinary bill, the president can summon a joint sitting. So നമ്മൾ ഈ ഡിഫറൻസസ് ആണ് എന്ത്? ഓർഡിനറി ബില്ല് മണി ബില്ല് തമ്മിലുള്ള പാസേജിങ്ങിലും അതിന്റെ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിലുള്ള ഡിഫറൻസ്. ഓരോ റോളുകൾ ലോകസഭയുടെ എന്താണ്, രാജ്യസഭയുടെ എന്താണ്, പ്രസിഡന്റിന് എന്താണ് റോള് രണ്ട് സ്ഥലത്തും, അതുപോലെ തന്നെ ജോയിന്റ് സിറ്റിംഗിന്. ഇത്രയും ഡിഫറൻസസ് ക്ലിയർ ആയിട്ട് നോക്കാം. ഇനി ഇതുപോലെ തന്നെ എന്തുണ്ട്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ഒരു ചെറിയൊരു മൈനർ ഡിഫറൻസസേ അവിടെ ഉള്ളൂ. സംവാട്ട് സിമിലർ ആണ് ഇതിന്റെ പ്രൊസീജിയറും, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക്, നമ്മളിവിടെ ലോക്സഭ എന്ന് പറഞ്ഞ പോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഒരു ചെറിയ ഓവർ റൈഡിങ് പവർ ഉണ്ട്. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ഓർഡിനറി ബില്ലിൽ സ്റ്റേറ്റ് ലെവലിൽ പാസ്സാക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എങ്ങനെയാണ് ഓർഡിനറി ബില്ല് പാസ്സാക്കുന്നത് നമുക്ക് നോക്കാം. ഓർഡിനറി ബില്ലിന്റെ കേസ് തന്നെ നമുക്ക് ഫസ്റ്റ് എടുക്കാം. രണ്ട് സർക്കംസ്റ്റാൻസസ് ആണ് ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചറിൽ ഓർഡിനറി ബില്ല് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലാണ് പാസ്സാകണമെങ്കിൽ ഉണ്ടാവുക. ഒന്ന് സ്റ്റേറ്റ് ലെവലില് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് പോകുന്നു. അതായത് ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് ബില്ല് അവതരിപ്പിക്കുന്നത്, അത് പാസ്സാക്കുന്നത്, അത് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ സർക്കംസ്റ്റാൻസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ പാസ് ചെയ്യുന്നു, അതിനുശേഷം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പോകുന്നു. നമുക്ക് അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആർക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? രണ്ടുപേരിൽ പ്രൈവറ്റ് മെമ്പർ ആയാലും പബ്ലിക് മെമ്പർ ആയാലും, മേ ബി എ മിനിസ്റ്റർ ഓർ എ പ്രൈവറ്റ് പേഴ്സൺ, ആർക്ക് വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ലോകസഭയിൽ പറഞ്ഞ എല്ലാ സ്റ്റേജസും, ഫസ്റ്റ് റീഡിംഗ് ആയാലും സെക്കൻഡ് റീഡിംഗ് ആയാലും തേർഡ് റീഡിംഗ് ആയാലും ഓട്ടോമാറ്റിക്കലി അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ നടക്കും. ഇവിടെ വരുന്ന ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ നിന്ന് ആ ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് പോകുമ്പോഴുള്ള ഡിഫറൻസ് ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയ ഒരു ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലെത്തി. അവിടെ അവർക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയ ഒരു ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതേപടി പാസ്സാക്കി. ഓക്കെ, നോ പ്രോബ്ലം, അത് ഓട്ടോമാറ്റിക്കലി ഗവർണറിലേക്ക് പോകും. ഇനി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയ ഒരു ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ കുറച്ച് അമെൻമെന്റ്സോട് കൂടി പാസ്സാക്കി, വിത്ത് അമെൻമെന്റ്സ്. ആ അമെൻമെന്റ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ഓക്കെ ആണ്. They are okay with the amendments made by the legislative council. അവര് എഗ്രി ചെയ്തു, അവരത് പാസ്സാക്കി. അങ്ങനെയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഗവർണറിലേക്ക് പോകും. ഇനി തേർഡ് സർക്കംസ്റ്റാൻസ്,
ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഡസ് നോട്ട് ടേക്ക് എനി ആക്ഷൻ. അവർ 3 മാസത്തേക്ക് ഒരു ആക്ഷൻ എടുക്കാതെ അവിടെ വെച്ചു. ദേ ആർ നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സർക്കംസ്റ്റാൻസ് അറൈസ് ചെയ്തു. ഇനി ഫോർത്ത് വൺ, ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ കുറച്ച് അമെന്റ്മെന്റ്സ് ആഡ് ചെയ്തു. ആ അമെന്റ്മെന്റ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഓക്കെ അല്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയത് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് പോയി. ലെജിസ്ലേറ്റീവ് കൗൺസിൽ കുറച്ച് അമെന്റ്മെന്റ്സ് പറഞ്ഞു. ആ അമെന്റ്മെന്റ്സ് അസംബ്ലിക്ക് ഓക്കെ അല്ല. അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ 3ാമത്തെ സിറ്റുവേഷനിലും 4ാമത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് നേരത്തെ പറഞ്ഞതിൽ നിന്ന്, അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും കേസിൽ നിന്ന് ഒരു ഡിഫറൻസ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ വരുന്നത്. എങ്ങനെയാണ്? അമെന്റ്മെന്റ്സ് എഗ്രി ചെയ്യുന്നില്ല 2 ഹൗസുകളും, അല്ലെങ്കിൽ അസംബ്ലി പാസ്സാക്കിയ ബില്ല് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. നമ്മൾ ലോക്സഭയുടെയും രാജ്യസഭയുടെയും കേസിൽ എന്താ പറഞ്ഞാൽ അവിടെ ഒരു ഡെഡ് ലോക്ക് അറൈസ് ചെയ്തു. അത് പിന്നെ ജോയിന്റ് സിറ്റിംഗിലേക്ക് പോകുന്നായിരുന്നു അല്ലെ. പക്ഷേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു ജോയിന്റ് സിറ്റിംഗ് ഇല്ല. There is no joint sitting in the case of an ordinary bill in the state legislature. അപ്പൊ പിന്നെ എന്താണ് ഉണ്ടാവുക? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി 3 മാസത്തേക്കാണ് അവർ ആക്ഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന അമെന്റ്മെന്റ്സ് അസംബ്ലിക്ക് ഓക്കെ അല്ല. അങ്ങനെയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആ ബില്ല് ഒന്നും കൂടി പാസ്സാക്കും. അപ്പൊ ആദ്യത്തെ തവണ പാസ്സാക്കി ഒരു 3 മാസത്തേക്ക് അവർ ആക്ഷൻ എടുത്തില്ല, അല്ലെങ്കിൽ അവർ വരുന്ന അമെന്റ്മെന്റ്സ് അസംബ്ലിക്ക് ഓക്കെ അല്ല. അപ്പൊ അസംബ്ലി എന്ത് ചെയ്യും? ആ ബില്ല് ഒന്നും കൂടി പാസ് ചെയ്യും. എന്നിട്ട് ആ അമെന്റ്മെന്റ്സ് അവർ എഗ്രി ചെയ്യുന്നില്ല. അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പറഞ്ഞ അമെന്റ്മെന്റ്സ് ഒന്നും എഗ്രി ചെയ്യാതെ അസംബ്ലി ഒന്നും കൂടി പാസ് ചെയ്തു. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആ ബില്ല് 1 മാസം കൂടി അവിടെ വെച്ചു. Then it is automatically deemed to be passed by both the houses of the parliament. അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പറഞ്ഞ അമെന്റ്മെന്റ്സ് അസംബ്ലിക്ക് എഗ്രി ചെയ്തില്ല, അല്ലെങ്കിൽ അവർ 3 മാസം ഒന്നും ചെയ്യാതിരുന്നു. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒന്നും കൂടി ആ ബില്ല് പാസ് ചെയ്യും. എന്നിട്ട് 1 മാസം ടൈമും കൂടി കൊടുക്കും. എന്നിട്ടും ലെജിസ്ലേറ്റീവ് കൗൺസിൽ അസംബ്ലിക്ക് അനുസരിച്ച് ചേർന്ന് നിന്നില്ല, അല്ലെങ്കിൽ അസംബ്ലി പറയുന്ന പോലെയല്ല ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബില്ല് പാസ് ചെയ്യുന്നതെങ്കിൽ then it is deemed to be passed by both the houses of the parliament. ഇവിടെ എന്താണ് പറയുന്നത്? അൾട്ടിമേറ്റ് പവർ ഓഫ് പാസിംഗ് ആരുടെ കയ്യിലാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കയ്യിലാണ്. മാക്സിമം ലെജിസ്ലേറ്റീവ് കൗൺസിലിന് എന്ത് ചെയ്യാം? ഒരു 4 മാസത്തേക്ക് ആ ബില്ലിനെ ഒന്ന് ഹോൾഡ് ചെയ്യാം. 3 മാസത്തെ ആദ്യത്തെ സർക്കംസ്റ്റാൻസസിലും 1 മാസം കൂടി രണ്ടാമത് പാസ് ചെയ്യുമ്പോഴും അമെന്റ്മെന്റ്സ് അവിടെ ഏൽപ്പിക്കാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ അമെന്റ്മെന്റ്സിന്റെ പേരിൽ ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല. അമെന്റ്മെന്റ്സ് എഗ്രി ചെയ്തില്ല എങ്കിൽ പോലും ഈ ടൈം പീരീഡ് കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി പാസ്ഡ് ബൈ ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. അപ്പോ അൾട്ടിമേറ്റ്ലി ബില്ല് പാസ് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് മാത്രമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സർക്കംസ്റ്റാൻസ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് പാസ്സാക്കിയ ബില്ല് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് പോകുന്നു. ഇനി നേരെ തിരിച്ച് 2 ഹൗസിൽ എവിടെ വേണമെങ്കിലും ഒരു ഓർഡിനറി ബില്ല് അവതരിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ലോക്സഭയിലോ രാജ്യസഭയിലോ സെൻട്രൽ ലെവലിൽ പറയുന്ന പോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോ സ്റ്റേറ്റ് ലെവലിലോ അവതരിപ്പിക്കാം. ഓക്കെ, നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലോ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ ബില്ല് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് പാസ്സായി, അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വന്നു. ലെജിസ്ലേറ്റീവ് അസംബ്ലി ആ ബില്ല് റിജക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് ബിൽ ഗെറ്റ്സ് ഓവർ ദർ ഇറ്റ്സെൽഫ്. അതിന് പിന്നൊരു നെക്സ്റ്റ് പരിപാടി ഇല്ല. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് പാസ്സായ ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തി, ലെജിസ്ലേറ്റീവ് അസംബ്ലി ആ ബില്ല് റിജക്ട് ചെയ്തു, ദ ലൈഫ് ഓഫ് ദാറ്റ് ബിൽ എൻഡ്സ് ദർ. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി ഒരു ഓർഡിനറി ബില്ല് പാസ്സാക്കാനായിട്ടുള്ള അധികാരം ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് മാത്രമേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ കാര്യത്തിലുള്ളൂ. ഇനി പാസ്സായി, എന്തായാലും സ്റ്റേറ്റ് അസംബ്ലി വിചാരിച്ച ബില്ല് പാസ്സായി. അതിനുശേഷം ഗവർണറിലേക്ക് എത്തി. നമ്മൾ അവിടെ നേരത്തെ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, പക്ഷെ ഇവിടെ ഗവർണർക്ക് ഒരു അഡീഷണൽ ഓപ്ഷൻ കൂടി ഉണ്ട്. ഹി ക്യാൻ ഗീവ് ഹിസ് അസെന്റ്, ഹി ക്യാൻ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ്, or he can return the bill back to the legislative assembly and council, or the fourth option, he can reserve the bill for the consideration of the president. അദ്ദേഹത്തിന് 4 ഓപ്ഷൻ, ഒരു അഡീഷണൽ ഓപ്ഷൻ. അദ്ദേഹത്തിന് സൈൻ ചെയ്യാം, സൈൻ ചെയ്യാതിരിക്കാം, റിട്ടേൺ ചെയ്യാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് പ്രസിഡന്റിലേക്ക് ആ ബില്ല് റിസർവ് ചെയ്യാം. അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതൊരു ആക്ട് ആയിട്ട് മാറും. അദ്ദേഹം ആ ബില്ല് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ റിട്ടേൺ ചെയ്ത ബില്ല് പിന്നെയും പാസ്സാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഹി മസ്റ്റ് ഗിവ് ഹിസ് സൈൻ. നേരത്തെ പ്രസിഡന്റിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ, ഇഫ് ദ ഗവർണർ റിട്ടേൺസ് ദ ബിൽ ആൻഡ് ദ അസംബ്ലി പാസസ് ദ ബിൽ അഗെയിൻ, ദെൻ ദ ഗവർണർ മസ്റ്റ് ഗിവ് ഹിസ് അസെന്റ്. ഇനി 4ാമത്തെ ഓപ്ഷൻ, ഗവർണർ ആ ബില്ല് പ്രസിഡന്റിലേക്ക് റിസർവ് ചെയ്യുന്നു. ഇനി പ്രസിഡന്റിന് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഹി ക്യാൻ ഐദർ ഗിവ് ഹിസ് അസെന്റ്, ഹി ക്യാൻ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ്, ഓർ ഹി ക്യാൻ റിട്ടേൺ ദ ബിൽ ഫോർ ദ കൺസിഡറേഷൻ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ 3 സർക്കംസ്റ്റാൻസുകൾ, അതേ 3 ഓപ്ഷൻസ്
പ്രസിഡന്റിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയ ഒരു ബില്ലിന്റെ മുകളിലുണ്ട്. ഇനി ആ ബില്ല് റിട്ടേൺ ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ആ ബില്ല് 6 മാസത്തിനുള്ളിൽ പരിഗണിക്കണം. ദ ഹൗസ് മസ്റ്റ് റീകൺസിഡർ ദ ബിൽ വിത്തിൻ എ പീരീഡ് ഓഫ് 6 months. നേരത്തെ ഒന്നും ഇങ്ങനെ ഒരു ടൈം ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അതായത് ലോക്സഭ പാസ്സാക്കി ബില്ല് രാജ്യസഭ പാസ്സാക്കി പ്രസിഡന്റിലേക്ക് എത്തി, പ്രസിഡന്റ് റിട്ടേൺ ചെയ്തു, അവിടെ ഒരു ടൈം ലിമിറ്റ് ഇല്ല. അസംബ്ലി പാസ്സാക്കി, കൗൺസിൽ പാസ്സാക്കി, ഗവർണറിലേക്ക് എത്തി, ഗവർണർ റിട്ടേൺ ചെയ്തു, അവിടെ ഒരു ടൈം ലിമിറ്റ് ഇല്ല. ആകെ ടൈം ലിമിറ്റ് വരുന്നത് എങ്ങനെയാണ്? അസംബ്ലി പാസ്സാക്കി, കൗൺസിൽ പാസ്സാക്കി, ഗവർണറിലേക്ക് എത്തി, ഗവർണർ ആ ബില്ല് പ്രസിഡന്റിന് റിസർവ് ചെയ്തു, പ്രസിഡന്റ് അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ then the house must consider the bill within 6 months. ഇനി ഹൗസ് ആ ബില്ല് again പാസ് ചെയ്തു. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ does not give any obligation on the part of the president to give his assent. എങ്ങനെയായിരുന്നു ബാക്കി 2 സിറ്റുവേഷനില്? ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, പ്രസിഡന്റിലേക്ക് എത്തി, പ്രസിഡന്റ് റിട്ടേൺ ചെയ്തു, ലോക്സഭയും രാജ്യസഭയും വീണ്ടും പാസ്സാക്കി കഴിഞ്ഞാൽ ദ പ്രസിഡന്റ് മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസ്സാക്കി, ഗവർണറിലേക്ക് എത്തി, ഗവർണർ റിട്ടേൺ ചെയ്തു, അസംബ്ലിയും കൗൺസിലും പിന്നെയും പാസ്സാക്കി ഗവർണറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദ ഗവർണർ മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ്. ഈ 2 സർക്കംസ്റ്റാൻസിൽ. പക്ഷേ ഗവർണർ പ്രസിഡന്റിന് റിസർവ് ചെയ്ത ഒരു ബില്ല് പ്രസിഡന്റ് റിട്ടേൺ ചെയ്തു, റിട്ടേൺ ചെയ്തിട്ട് ഹൗസ് പിന്നെയും അത് പാസ്സാക്കി. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഒബ്ലിഗേഷൻ പ്രസിഡന്റിന് വെക്കുന്നില്ല. That he must give his assent. There is no obligation that the president must give his assent. ഇതാണ് ഓർഡിനറി ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു ഓർഡിനറി ബില്ല് എങ്ങനെയാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഒരു ആക്ട് ആയിട്ട് മാറുന്നത്. ഇനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എന്തുണ്ട്? മണി ബില്ലുകളുണ്ട്. മണി ബില്ലിന്റെ പ്രൊസീജിയർ is similar to that of the case of ലോക്സഭ ആൻഡ് രാജ്യസഭ ഓർ ദ സെൻട്രൽ ലെവൽ. ഇനി എങ്ങനെയാണ് ഇത്? അവിടെ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ. ഇവിടെയും ഇതുപോലെ തന്നെ അസംബ്ലിയിൽ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. Then it must require the prior recommendation of the governor. Then the third one is it can be only introduced by a minister. ഈ 3 റെക്കമെൻഡേഷൻസ് പാലിച്ചിട്ട് ഒരു മണി ബില്ല് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാസ് ചെയ്ത ബില്ല് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് പോയാലോ they can only give recommendation. They cannot amend or reject. They can only give recommendation. ആ റെക്കമെൻഡേഷൻ അസംബ്ലിക്ക് ഓക്കെ ആണെങ്കിൽ it is deemed to be passed by both the house of the parliament. ആ അമെൻഡ്മെന്റ്സ് അസംബ്ലിക്ക് ഓക്കെ അല്ലെങ്കിലും it is deemed to be passed by not the house of the parliament, house of the state legislature. ഇനി 14 ദിവസത്തേക്ക് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഈ ബില്ലിന്റെ മുകളിൽ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിലും then also it is deemed to be passed by both the house of the state legislature. അപ്പോൾ അൾട്ടിമേറ്റ്ലി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ കാര്യത്തിൽ ഒരു ഓർഡിനറി ബില്ലായാലും മണി ബില്ലായാലും പാസ് ചെയ്യാനുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കയ്യിലാണ്. ഇനി അത് ഗവർണറിലേക്ക് എത്തിക്കഴിഞ്ഞാലോ he can either give his assent or withhold his assent. ഇവിടെയും റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റില്ല. സെയിം ആസ് ദ കേസ് ഓഫ് മണി ബിൽ ഇൻ ദ കേസ് ഓഫ് പാർലമെന്റ്. അതുപോലെ തന്നെ ഇവിടെയും അദ്ദേഹത്തിന് ആ ബില്ല് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. he can give his assent or withhold his assent. തേർഡ് ഓപ്ഷൻ എന്താ? he may recommend the bill to the president. മണി ബില്ലും അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രസിഡന്റിലേക്ക് റെക്കമെൻഡ് ചെയ്യാം. പ്രസിഡന്റിന് അവിടെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? he can either give his assent or withhold his assent. മണി ബില്ല് പ്രസിഡന്റിന് റിട്ടേൺ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ എന്തായിരുന്നു മണി ബില്ലിന്റെ പ്രൊസീജിയർ? അത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മാത്രമേ പറ്റുള്ളൂ, മിനിസ്റ്റർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇറ്റ് റിക്വയർ ദ പ്രയർ പെർമിഷൻ ഓർ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദ ഗവർണർ ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് പാസ്സാക്കിയ ബില്ല് ലെജിസ്ലേറ്റീവ് കൗൺസിലെത്തി. ദ കൗൺസിൽ ക്യാൻ ഓൺലി ഗീവ് റെക്കമെൻഡേഷൻ. ആ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ അസംബ്ലി എടുക്കാം, എടുക്കാതിരിക്കാം. In both the circumstances, it is deemed to be passed by both the houses of the state legislature. ഇനി 14 ദിവസത്തേക്ക് കൗൺസിൽ ഒരു ആക്ഷനും എടുത്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് 2 ഹൗസും പാസ്സാക്കിയ പോലെ ഗവർണറിലേക്ക് എത്തും. ഗവർണർ ക്യാൻ ഗീവ് ഹിസ് അസെന്റ് or withhold his assent. He cannot return the money bill, but he may reserve the bill for the consideration of the president. പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? The president can give his assent or withhold his assent. He cannot return the money bill to the state legislature. അപ്പൊ മണി ബില്ലിന്റെ കേസും ക്ലിയർ ആയി. ഇനി നമുക്ക് ഇവിടെ വരുന്നത് ഓർഡിനറി ബില്ലും മണി ബില്ലും നമുക്കൊന്ന് കമ്പയർ ചെയ്യണം. എങ്ങനെ? പാർലമെന്റിന്റെ കേസിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ കേസിലും നമുക്കൊന്ന് ഓർഡിനറി ബില്ല് വെച്ച് കമ്പാരിസൺ തുടങ്ങാം. ഓർഡിനറി ബില്ലാണെങ്കിലോ 2 സ്ഥലത്തും ഏത് ഹൗസിൽ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവിടെ ലോക്സഭയും രാജ്യസഭയും, ഇവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും.
ആർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? മെമ്പറിന്, പ്രൈവറ്റ് മെമ്പറിനോ മിനിസ്റ്റർക്കോ, രണ്ട് സ്ഥലത്തും ഓക്കെയാണ്. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് സ്റ്റേജസ് രണ്ട് ഹൗസിലും നടക്കും. ഇനി രണ്ട് ഹൗസും എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പാസ് ചെയ്യും. രണ്ടിന്റെ കേസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയാലും ലോകസഭയും രാജ്യസഭയായാലും രണ്ട് ഹൗസും എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പാസ്സാവും. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയ ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസ്സാക്കി ഓട്ടോമാറ്റിക്കലി ഗവർണറിലേക്ക് പോകും. ഇവിടെ ലോക്സഭ പാസ്സാക്കിയ ബില്ല് രാജ്യസഭ പാസ്സാക്കി അത് ഓട്ടോമാറ്റിക്കലി പ്രസിഡന്റിലേക്ക് പോകും. ഇനി ഇവിടെ ഏതെങ്കിലും രീതിയിൽ രണ്ട് ഹൗസുകൾ തമ്മിൽ പാസ്സാക്കാതിരുന്നാലോ അവിടെ ഒരു ഡെഡ് ലോക്ക് ഉണ്ടാവും. ഇവിടത്തെ കേസിലോ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയ ബില്ല് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസ്സാക്കാതിരുന്നാൽ രണ്ടാമത് വീണ്ടും 3 മാസത്തെ ടൈം പീരീഡിന് ശേഷം ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒന്നും കൂടി പാസ്സാക്കുന്നു. അത് ഓട്ടോമാറ്റിക്കലി 1 മാസം ടൈം പീരീഡും കൂടി കിട്ടുന്നു. അല്ല എങ്കിൽ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി പാസ്ഡ് ബൈ ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. അവിടെ ഒരു ഡെഡ് ലോക്കിന്റെ സിറ്റുവേഷൻ അറൈസ് ചെയ്യുന്നേ ഇല്ല. ദർ ഇസ് നോ കേസ് ഓഫ് ഡെഡ് ലോക്ക് ഇൻ ദ കേസ് ഓഫ് എ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇനി ഗവർണറിലേക്കും പ്രസിഡന്റിലേക്കും ആ ബില്ല് പോയി. പ്രസിഡന്റ് എന്ത് ചെയ്യാം? ഹി ക്യാൻ ഐദർ ഗീവ് ഹിസ് അസെന്റ്, വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ് ഓർ റിട്ടേൺ ദ ബിൽ. ലോക്സഭയിലേക്ക് രാജ്യസഭയിൽ ഇവിടെയും ഹി ക്യാൻ ഗീവ് ഹിസ് അസെന്റ്, വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ് ഓർ റിട്ടേൺ ദ ബിൽ. ഒരു അഡീഷണൽ ഓപ്ഷൻ എന്താ? പ്രസിഡന്റിന് റിസർവ് ചെയ്യാം. ഇനി ഇവിടത്തെ കേസിൽ അദ്ദേഹം സൈൻ ചെയ്യാം, സൈൻ ചെയ്യാതിരിക്കാം, അദ്ദേഹം റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്ത ബില്ല് ഒന്നും കൂടി പാസ്സാക്കി കഴിഞ്ഞാൽ എന്താണ്? ദ പ്രസിഡന്റ് മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ്. ഗവർണർ റിട്ടേൺ ചെയ്ത ബില്ല് ഒന്നും കൂടി പാസ്സാക്കിയാലോ ഹി മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ്. ഇനി ഗവർണർ പ്രസിഡന്റിലേക്ക് റിസർവ് ചെയ്തു. പ്രസിഡന്റിലേക്ക് റിസർവ് ചെയ്ത ബില്ല് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് ഹൗസ് 6 മാസത്തിനുള്ളിൽ ആ ബില്ല് കൺസിഡർ ചെയ്യണം. 6 മാസത്തിനുള്ളിൽ കൺസിഡർ ചെയ്ത് ആ ബില്ല് ഒന്നും കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ there is no obligation on the part of the president to give his assent. അതായിരുന്നു എന്ത്? ഓർഡിനറി ബില്ലിന്റെ കേസ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും ലോകസഭയും രാജ്യസഭയും. ഇനി മണി ബില്ലിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തെയും പ്രൊസീജിയർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഗവർണർക്ക് വേണമെങ്കിൽ ആ ബില്ല് പ്രസിഡന്റിലേക്ക് റിസർവ് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ മാത്രമേ എന്തുള്ളൂ മണി ബില്ലിന്റെ കേസിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ അഡീഷണലി വരുന്നുള്ളൂ. നമുക്ക് ഈ ഏരിയയിൽ നിന്ന് UPSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. When a bill is referred to the joint sitting of both the house of the parliament, it is to be passed by a simple majority of the members then present and voting, 3/4 of the majority of the members present and voting, 2/3 of the majority of the house, absolute majority of the house. ഞാൻ എന്താണ് ജോയിന്റ് സിറ്റിംഗ് പഠിപ്പിച്ചപ്പോ പറഞ്ഞത്? When a bill is presented before the joint sitting, it is to be passed only by a simple majority. അവിടെ നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റിയുടെ കേസ് ഒന്നുമില്ല. It is to be passed by only a simple majority of the members present and voting. ഇനി അടുത്തൊരു ചോദ്യം. With reference to Parliament of India, consider the following statement. A private member bill is a bill presented by a member of Parliament who is not elected but only nominated by the President of India. First statement. Second statement, recently a private member bill has been passed in the Parliament of India for the first time in history. First statement നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രൈവറ്റ് മെമ്പർ ആരാണ്? നോമിനേറ്റഡ് മെമ്പർ ആണോ? അല്ല. എ മെമ്പർ ഓഫ് ദ പാർലമെന്റ് അതർ ദാൻ ദ മിനിസ്റ്റർ. മിനിസ്റ്റർ അല്ലാത്ത എല്ലാവരും, അത് റൂളിംഗ് പാർട്ടിയുടെ ആണെങ്കിലും ഒപ്പോസിഷൻ പാർട്ടിയുടെ ആണെങ്കിലും എന്താണ്? അദ്ദേഹവും ഒരു പ്രൈവറ്റ് മെമ്പർ ആണ്. മിനിസ്റ്റേഴ്സിന് മാത്രമേ നമ്മൾ പബ്ലിക് മെമ്പർ ബിൽ അല്ലെങ്കിൽ പബ്ലിക് മെമ്പർ എന്ന് പറയുന്നുള്ളൂ. അല്ലാത്ത എല്ലാവരും, മിനിസ്റ്റർ അല്ലാത്ത എല്ലാവരും എന്താണ്? ഒരു പ്രൈവറ്റ് മെമ്പർ ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെറ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് is also a wrong statement and the answer is D, neither one or two. പ്രൈവറ്റ് മെമ്പർ ബില്ല് റീസെന്റ് അല്ല, ഒരുപാട് മുന്നേ തന്നെ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് മണി ബില്ലിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയറാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മണി ബില്ലിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊസീജിയേഴ്സും ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which of the following statement are correct in respect of money bill in the parliament? First statement, Article 109 mention special procedure in respect to money bill. Second statement, a money bill shall not be introduced in the Council of State. Third statement, the Rajya Sabha can either approve the bill or suggest the changes but cannot reject it. Fourth statement, an amendment to money bill suggested by the Rajya Sabha have to be accepted by the Lok Sabha. ഇതില് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എടുത്ത് നോക്കാം. First statement, Article 109 mention the special procedure in respect of money bill. മണി ബില്ല് പറഞ്ഞപ്പോൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞത് ആർട്ടിക്കിൾ 109, ആർട്ടിക്കിൾ 110 ആണ് മണി ബില്ലിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് എന്താണ്, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ മണി ബിൽ, ഷാൽ നോട്ട് ബി, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കിയത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെയാണ്. എ മണി ബിൽ ഷാൽ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്.
എന്താണ് മണി ബില്ലിന്റെ കേസിൽ ഞാൻ പറഞ്ഞത്? ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഓൺലി ഇൻ ദ ലോക്സഭ. ലോകസഭയിൽ മാത്രമേ എന്തുള്ളൂ, ഒരു മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതെന്താ പറയുന്നത്? ഇറ്റ് കനോട്ട് ബി ഇൻട്രൊഡ്യൂസ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. കറക്റ്റ് ആണ്. രാജ്യസഭയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഓൺലി ഇൻ ദ കേസ് ഓഫ് ലോക്സഭ. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? The Rajya Sabha can either approve the bill or suggest changes but cannot reject it. മണി ബില്ലിന്റെ കേസിൽ എന്താ പറഞ്ഞേ? The Rajya Sabha can only give recommendation എന്നല്ലേ? They cannot amend it or reject it. അതന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭ can either approve the bill. ഓട്ടോമാറ്റിക്കലി ലോക്സഭ പാസ്സാക്കിയ ബില്ല്, മണി ബില്ല് രാജ്യസഭ പാസ്സാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പ്രസിഡന്റിലേക്ക് പോകും. Or suggest changes. They can recommend it, but they cannot reject it. Rejectionന്റെ പോസിബിലിറ്റി എന്താണ്? മണി ബില്ലിന്റെ കേസിൽ രാജ്യസഭയ്ക്ക് ഇല്ല. ആ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. നമുക്ക് ഫോർ ഓപ്ഷൻ അപ്പൊ തന്നെ നമുക്ക് കിട്ടി സി ആണ്. എന്നാൽ നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. അമെൻഡ്മെന്റ്സ് to a money bill suggested by the Rajya Sabha have to be accepted by the Lok Sabha. അങ്ങനെയാണോ? മണി ബില്ല് പാസ് ചെയ്യുന്നതിൽ അൾട്ടിമേറ്റ് പവർ ആർക്കാണ് ഇരിക്കുന്നത്? ലോകസഭയ്ക്കാണ്. ലോകസഭയാണ് അത് പാസ്സാക്കിയ ബില്ല് രാജ്യസഭയ്ക്ക് ഉള്ളിൽ റെക്കമെൻഡേഷൻ ആണ്. ഇനി 14 ദിവസത്തേക്ക് രാജ്യസഭ അതിൽ ഒന്ന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി പാസ് ബൈ ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി 1, 2 and 3. ഇനി ഈ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്പയർ ചെയ്ത് പഠിക്കുക. മണി ബില്ലിനെയും ഓർഡിനറി ബില്ലിനെയും കമ്പയർ ചെയ്യാം. മണി ബില്ലും ഓർഡിനറി ബില്ലും എങ്ങനെയാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ പാസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പാർലമെന്റിൽ പാസ്സാകുന്നത്, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് ദ ക്ലാസ്. താങ്ക് യു.